ഹലോ ഗയ്സ്, നമുക്കിന്നൊരു ഫുൾ റീസ്റ്റോറേഷൻ്റെ ടൈപ്പ് ടു സെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കിടക്കണം. നമുക്കിതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സൈഡിൽ കോർണർ സ്പീക്കർ ചെയ്യാനുണ്ട്, ടെയിൽ ലാമ്പ് കസ്റ്റം ചെയ്യാനുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ കൺസോള് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. നമ്മുടെ ടാറ്റ ഇൻഡിക്കയുടെ ഗിയർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓൾറെഡി പാച്ച് വർക്ക്, മെക്കാനിക്കൽ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം സെൻറ്റർ ലോക്ക് കാര്യങ്ങളെല്ലാം പോയിരിക്കുക. സെൻറ്റർ ലോക്ക്, പവർ വിൻഡോ, പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂള് ഇതെല്ലാം പോയിരിക്കുക. മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പവർ വിൻഡോ ഒന്നും വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് പവർ വിൻഡോയുടെ മോട്ടർ ഫുള്ള് പോയതാണ്. നമ്മളതെല്ലാം ഫുള്ള് ഒന്ന് ഇളക്കി പണിഞ്ഞിട്ട് അതൊന്നും റെഡി ആവുന്നില്ല. അപ്പം അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം റൈറ്റ് സൈഡിൽ ഞാനൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. നമ്മുടെ ബാറ്ററി കുറച്ച് ഡൗൺ ആയതുകൊണ്ടും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ വിൻഡോയുടെ മോട്ടറിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന് ബ്രഷ് മാറുന്ന ചില്ലറ കാര്യമൊന്നുമല്ല, നല്ല ചടങ്ങ് പിടിച്ച കാര്യമാണ്. അപ്പോൾ അത് ഇച്ചിരി ടാസ്ക്കാണ്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് ഇട്ടേക്കാം. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ കമ്പനി അത് ഇളക്കണ്ടെന്ന് കരുതിയാണെന്ന് തോന്നുന്നു ആ മോട്ടർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ. അത് ഓൾറെഡി ഫസ്റ്റ് പൊളിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കണ്ടാൽ തന്നെ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഈ ഭാഗം കുത്തി ഇളക്കിയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് കുത്തി ഇളക്കിയിട്ട് വേണം ഇവിടുന്ന് സോൾഡർ അഴിച്ചിട്ട് ഇത് മേലോട്ട് വലിച്ചെടുക്കുമ്പോഴാണ് ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. അതിലാണ് രണ്ട് കുഞ്ഞം ബ്രഷ് വരുന്നത്. അത് മാറ്റാൻ നല്ല ടാസ്ക്കാണ്. അതിൻ്റെ ബാക്കിലത് ക്ലാമ്പ് കാര്യങ്ങളെല്ലാം ഒടിഞ്ഞു പോകും. അത് ഒറ്റ പിടിക്ക് തന്നെ അത് ഒടിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പോൾ അത് ഒടിഞ്ഞു പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സോൾഡർ ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് ടാസ്ക്, ഇച്ചിരി നല്ല ടാസ്ക് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അക്കൗണ്ടിൽ ഇട്ടേക്കാം. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. സെൻട്രൽ ലോക്ക് ഇപ്പം ഓൾറെഡി ബാക്കിലത്തെ രണ്ട് ഡോറും ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ രണ്ട് ഡോർ നമ്മൾ സെൻട്രൽ ലോക്ക് എല്ലാം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഫുള്ളി 3 ഡോറെല്ലാം ഓക്കെയാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറേണ്ടി വരും. ലെഫ്റ്റ് സൈഡിലെ ലോക്കിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഫുള്ളി ഇളക്കി ക്ലീൻ ആക്കി ഇട്ടിട്ട് പോലും അത് റെഡി ആവുന്നില്ല. കമ്പി എല്ലാം അലൈൻ ചെയ്ത് നോക്കി, പക്ഷേ അതിലൊന്നും ഇതാകുന്ന ചെറിയൊരു ടൈറ്റും പിന്നെ അടയ്ക്കുമ്പോൾ തന്നെ റിട്ടേൺ വരുന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ലോക്കിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് മാറി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ലോക്ക് ഓക്കെ ആവും. പിന്നെ റിമോട്ട് കൺട്രോൾ അത് ചെയ്യണം, അതിന് മൊഡ്യൂൾ കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമുക്കിതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സൈഡിൽ കോർണർ സ്പീക്കർ ചെയ്യാനുണ്ട്. അത് ചിലപ്പോൾ പ്ലൈവുഡിലോ ഫൈബറിലോ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം ആലോചനകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് കസ്റ്റം ചെയ്യാനുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്യാനുണ്ട്. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ളത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആക്കണം. ഈ നടുക്കത്തെ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത്, ഇപ്പോൾ വാട്ടറെല്ലാം കയറി ഇരിക്കാൻ നമുക്ക് അതെല്ലാം സെറ്റാക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ടിക്ക് മാതിരി ഒരു സംഭവം ചെയ്യാനാണ്, ഇവിടെയും അത് ചെയ്യാനാണ്. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ ആ ഒരു രീതി ചെയ്യാനാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ വിത്ത് DRL ചെയ്യാനാണ്, ഒരു ക്രിസ്റ്റൽ ടൈപ്പ് സംഭവം ചെയ്യാനാണ് നോക്കുന്നത്. ഒരു LED ബൾബ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയും ടെയിൽ ലാമ്പിൻ്റെയും വിശേഷങ്ങൾ. പിന്നെ നമ്മൾ ഇതിനകത്ത് അടിയിൽ ഫോഗ് ലാമ്പ് ചെയ്യാനുണ്ട്. ഫോഗ് ലാമ്പ് നമ്മൾ ട്രൈ കളറാണ് ചെയ്യുന്നത്. യെല്ലോയും വൈറ്റും ഫ്ലാഷർ വിത്ത് റെഡ് കാര്യങ്ങളെല്ലാം വരുന്ന 5 മോഡുകൾ വരുന്നൊരു ഫോഗ് ലാമ്പാണ് ചെയ്യുന്നത്. അതിപ്പം ഇതിൻ്റെ കമ്പനി വരുന്ന സ്റ്റോക്ക് ഫോഗ് ലാമ്പിനകത്ത് നമ്മൾ വേറൊരു ബൾബ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്ന വഴി ഇടാം. നമുക്ക് വേറെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. ഇതിനകത്തുള്ളത് നമ്മളിപ്പോൾ പോയി, അത് ഡാമേജായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ പോയി 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്തിടണം. അതിനകത്ത് ഇപ്പോൾ ഹാലജൻ ബൾബ് വരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റി LED ബൾബൊക്കെ ആക്കണം. ഒരുപാട് നമ്മൾ പവർ കുറച്ച് എടുക്കാനാണ് നോക്കുന്നത്. അപ്പം എല്ലാം മിക്കതും മാറ്റി എല്ലാം നമ്മൾ LED ആക്കുക, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പിന്നെ ഓഫ് ലൈറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഓൾറെഡി LED ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മൊത്തത്തിൽ വണ്ടി ഒന്ന് പൊളിച്ച് സെറ്റാക്കി എടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം ബാക്കിയുള്ള വരും വീഡിയോസൊക്കെ നമ്മൾ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതൊരു പാർട്ട് 1 ആയിട്ട് കൂട്ടുക. അപ്പോൾ പാർട്ട് 2, 3 ഒക്കെ നമ്മൾ ഇറക്കുന്നുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാത്തിൻ്റെയും നമ്മൾ വീഡിയോസ് എല്ലാം ഇറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.